മതമില്ലാത്ത ജസ്ന സലീം ഒരു മതത്തിൻ്റെ വിഷയത എങ്ങനെ ഇരിക്കും നോക്കാം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വലിയ പെരുന്നാൾ ആശംസകൾ, അതും ഇൻ അഡ്വാൻസ്. മതത്തിൽ നിന്ന് വിട്ടുപോയിട്ട് നീ എന്തിനാ വലിയ പെരുന്നാൾ വിഷയം വന്നത് എന്ന് ചോദിക്കാൻ വരണേ. കാരണം നിങ്ങളുടെ ഓരോ വരവിനെയും കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? അത് പറയാതിരിക്കാൻ വയ്യ. ഈ മതം വേണ്ടാന്നോ, മതത്തിൽ നിന്നും പിന്മാറുന്നോ, അല്ലെ മതാചാരങ്ങൾ വിടുന്നോ, ഈ മുസ്ലിംസ് മതസ്ഥരല്ലാതെ വേറൊരു മതസ്ഥരാണ് പറയുന്നതെങ്കിൽ, ഇവൻ ക്രിസ്ത്യൻ മതസ്ഥരോ അല്ലെ ഹിന്ദു മതസ്ഥരോ അങ്ങനെ പറയാം, എനിക്ക് ഹിന്ദു മതത്തിൻ്റെ ആചാരം വേണ്ട, ഞങ്ങൾ ഹിന്ദു മതത്തിൽ നിന്നും പിന്മാറുന്നു എന്നെങ്ങാനും ഇവരാരെങ്കിലും പറയാച്ചാൽ ഹിന്ദു മതസ്ഥരെന്ന് വെച്ചാൽ ഹൈന്ദവരും ക്രിസ്ത്യൻസും ഇവരുടെയൊക്കെ മതത്തിൽ നിന്നാണ് ഒരാളങ്ങനെ പറയുന്നത് വെച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ, അവൾ പൊക്കോട്ടെ, അവരും ദൈവവും ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് ആ മതസ്ഥരങ്ങ് കൈവിട്ടേക്കും. പക്ഷേ ഇസ്ലാം മതം ഒരാൾ ഉപേക്ഷിക്കുകയോ ഇസ്ലാം മതത്തെക്കുറിച്ച് കുറ്റം പറയുകയോ തട്ടം ഉപേക്ഷിക്കുകയോ ചെയ്താൽ നായികക്ക് 144 പ്രാവശ്യവും പറയും, ഞങ്ങൾക്ക് കുഴപ്പമില്ല. എന്നിട്ടോ ദിവസം ഒരു 10 വീഡിയോ എങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഈ കുഴപ്പമില്ലെങ്കിൽ എന്തിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. പ്രശ്നമില്ലേ, അവനെ വഴിക്ക് അങ്ങ് വിട്ടാൽ മതി. പക്ഷെ അത് ചെയ്യൂല. അവർക്കെന്താ വെച്ചാൽ ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ, എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. മതത്തിന് സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് കുറേ ലവന്മാരിറങ്ങിയിട്ടുണ്ട്. അപ്പം ലവന്മാർ മുഴുവനവും അവൾ പോയ മതമെന്താ ഇല്ലാതാവുന്ന അവളുടെ വിചാരം, മതത്തെ തകർക്കാൻ പറ്റുന്ന അവളുടെ വിചാരം, മതം അത് അവൾക്ക് മനസ്സിലായില്ല എന്ന് പറയും. എന്നിട്ടും ഞാൻ പോയതിനെ പറ്റി സംസാരിക്കും, ഇങ്ങനെ എടുത്ത് വെച്ച് സംസാരിക്കും. അങ്ങക്ക് സങ്കടമില്ലാഞ്ഞിട്ട് തന്നെ ആണില്ലേ? സങ്കടമില്ലാത്തോലാണേ പിന്നെയും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്താ? പോവുകയാണേ പോയിക്കോട്ടെ, ഓളെ വഴിക്ക് പോയി, ഓളും പടച്ചോനുമായി എന്നല്ലല്ലോ ചിന്തിക്കുന്നത്. അതെന്നതാ കോയ അതെന്താ അങ്ങനെ? എനിക്ക് ഞാനൊരു ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട്, അതിലൊരു അമ്മയും കുട്ടിയും 2 പേരും മെസ്സേജ് ചെയ്തിട്ടുള്ളൊരു സംഭവം. ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരം ഒരു ഹിന്ദു മതസ്ഥരെ വിവാഹം കഴിച്ച് പോയതാണ്. കയറി ചെന്ന ഹിന്ദു മതസ്ഥർക്ക് ഒരു വിഷയവുമില്ല, അവൾ മതം മാറാനോ കാര്യങ്ങളോ ഒന്നും നിന്നിട്ടില്ല. പക്ഷേ പോയ മുസ്ലിം മതസ്ഥർക്ക് ഒരുപാട് വിഷയം. അവളുടെ പേര് മാറ്റിയില്ല, പക്ഷെ അവളെ കല്യാണി രാഘവി അങ്ങനെ പിടിച്ചിട്ടുള്ള അവരായിട്ട് ഓരോരോ പേരിട്ട് വിളിക്കും. ഇവളുടെ പേരൊന്നും മാറ്റിയിട്ടില്ല. ഇവളുടെ ഉമ്മ പറയുക, എന്ത് ചെയ്യാനാ മോളെ, അവളെ ഇഷ്ടത്തിന് പോയി, പക്ഷെ അവളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് ഇസ്ലാം മതം, അതാണ് മുസ്ലിംസ്. അവർക്കൊരാൾ പോയാൽ ഒരു കുഴപ്പമില്ലാന്ന് 100 പ്രാവശ്യം പറയും, പക്ഷേ അവരെ പറ്റിയൊരു വീഡിയോ ഒരു 400 എണ്ണമെങ്കിലും അവർ ചെയ്യും. കുഴപ്പമില്ലാത്തവർ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? എന്തിനാണ് ഈ അന്യ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ യൂട്യൂബിൻ്റെ അകത്ത് പറഞ്ഞ് വരുമാനം മേടിച്ച് അരി മേടിക്കുമ്പോൾ? ഹലാലാണോ അത്? ആണോ? മുല്യാന്മാർക്ക് വരെ യൂട്യൂബ് ചാനലാ, മോണിറ്റേഷൻ ഓണാണേ. മുല്യാർ വരെ അന്യ സ്ത്രീയുടെ വീഡിയോ കണ്ടിട്ടാ പറയുന്നത്. ഇതൊക്കെ ഹലാല്, നമ്മൾ ചെയ്യുന്നത് ഹറാമും. ഏതായാലും കണ്ടന്റ് ഇല്ലാതിരിക്കുന്ന കോയമാർക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ആശംസകൾ ഇൻ അഡ്വാൻസ് കേട്ടോ കോയമാരെ. അപ്പം ജസ്ന സലീം വിഷ് ചെയ്തു, ഞങ്ങൾക്ക് എന്തിനു വേണം, ഞങ്ങൾക്ക് മാണ്ടോള വിഷ്. എന്നിട്ട് പറഞ്ഞിട്ടൊരു 10 വീഡിയോസ് 10 നിർത്തിയാൽ മതി.
11ാമത്തെ നിങ്ങൾ ഇടണ്ട, അപ്പോഴേക്ക് ഞാൻ വേറെ കണ്ടൻറ്റ് തരും. ഓക്കെ മല്ലിയാരെ, നിങ്ങളിൻ്റെ വീഡിയോ കാണിയേ, എന്നിട്ട് വീഡിയോ എടുത്തിട്ട് അന്യ സ്ത്രീകളെ നോക്കാൻ പാടില്ല.